ഹായ്, എനിക്കറിയാം കുറച്ചധികം ഞാൻ കുറേ ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ എനിക്ക് ഇൻ്റർണൽ എക്സാംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ് പിന്നെ സെമ്മിലേക്ക് വരാൻ സെം എക്സാം വരാൻ പോവാണ്. ഭയങ്കര ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ എപ്പിസോഡ്സൊക്കെ കണ്ടു വെച്ചേക്കും. പക്ഷേ എനിക്ക് എക്സ്ട്രാ ചെയ്യാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശനി ഞായർ മാത്രം അപ്ലോഡ് ചെയ്യാം ടൈം നോക്കിയിട്ട്. അപ്പോൾ അതാണ് ഇനി വീഡിയോയിലേക്ക് കിടക്കുക. പായ്ക്കും ഓർത്തിനും പെൻ ക്ലാസ് കൊടുത്തിട്ട് രണ്ടും കൂടെ വർത്താനം പറഞ്ഞു കൊടുത്തിരിക്കും. എന്നിട്ട് പറയും നല്ല കസിൻസില്ല, നല്ല അടിപൊളിയല്ലേ അറിയാം. ഒരു തേങ്ങയാണ്, ഒന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇൻ്റെ കാര്യങ്ങളും കൂടെ നടക്കുന്നില്ല. ആദ്യം പായ് കുറച്ചെങ്കിലും മാരേജിൻ്റെ കാര്യങ്ങളായിരിക്കും, ഇപ്പോൾ അതും ഇല്ല. ഞാൻ ഇടങ്ങാറായി എന്ന് പറയും. അപ്പോൾ യു പറയും പായും നോർത്തും കൂടെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ടിമു പറയും ഇതൊന്നും പായിൻ്റെ അടുത്ത് നടക്കൂല. അപ്പോൾ യു പറയും എന്നാൽ എന്താ ചെയ്യുക പറയും, പായിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറയും. അപ്പോൾ ടിമു പറയും ഇത് കേക്ക്. പായ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ല, കാരണം അന്നക്ക് അറിയില്ല, ഓനറിയില്ല. അപ്പോൾ ഈ നോർത്തിനെയും പായിൻ്റെ അടുത്തുനിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർന്ന് ഓന് ടെൻഷൻ അടിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം ചെയ്യും, ഓൻ്റെ വിശ്വാസം കയ്യിലെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ തീർക്കാൻ വരും. ഞാൻ എന്താ ചെയ്യുക, ഓനാണെങ്കിൽ നോക്കിയും കൂടിയില്ല. അപ്പോൾ ടിമ്മർ എനിക്കൊരു ഐഡിയ ഉണ്ട്, നാളെ നമുക്ക് സെറ്റാക്കാറ്. നമ്മളെ ടാർഗറ്റ് ഇപ്പം ഭയങ്കര ടൈർഡാണ്. ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് ഇവരെ പുറത്തെടുത്തിട്ട് വരണം. അങ്ങനെ ഒരു പ്ലാൻ എന്താ ചോദിക്കും. പിന്നെ നോർത്തിനെ എണീക്കാൻ നോക്കുന്ന യൂനെ കാണിക്കും. എന്നിട്ട് പറയും ഞാൻ 1 മണിക്കൂടെ കിടന്നുറങ്ങട്ടെ. അവന് പായിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകണം. അവൻ എന്ത് സംസാരിക്കുക, എല്ലാം ഇന്നലെ തന്നെ തീർന്നില്ല. അവന് അന്നോടെല്ലാം തീർന്നു, ഇന്നോടൊന്നും സെറ്റായില്ലല്ലോ അവന്. അപ്പോൾ നോർത്ത് പറയും അതൊന്നും വേണ്ട, പ്രശ്നമാവുകയുള്ളൂ, വിട്ട് നിൽക്കണതാണ് നമുക്കൊന്നുമില്ല പറയും. നോർത്ത് ആലോചിക്കുക, റിലേഷൻഷിപ്പ് സീക്രട്ടായി വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ദിവസം ഗ്രാൻഡ് പറയണം. അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എന്തായാലും പായിനെ വേണം. ഉറങ്ങല്ലേ ഓൻ എൻ്റെ സീക്രട്ട് ഹസ്ബൻഡായി എനിക്ക് ആവശ്യമില്ല, എനിക്ക് പ്രൗഡായിട്ട് എൻ്റെ ഹസ്ബൻഡായി നിൽക്കണം. അവർ നോർത്ത് ഇറങ്ങി കുറച്ചും കൂടി ഉറങ്ങണം. അപ്പം എന്നാൽ നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം, രണ്ടും കൂടെ കിടന്നുറങ്ങും. ഓ എന്നാ സ്നേഹം, എന്നോടൊക്കെ അത് പറയാൻ പറഞ്ഞാൽ ഒറ്റ ചവിട്ടെടുക്കും. പോയാണെങ്കിൽ കുറച്ചായിട്ട് വർത്തമാനം പറയാം. ഉറങ്ങുന്ന ആളുകളുടെ അടുത്ത് വർത്തമാനം പറയാൻ പോകരുത്. ഓക്കെ, അടുത്ത് പിന്നെ സുന്ദര കുട്ടപ്പനായി ഒരുങ്ങുന്ന നമ്മുടെ ടീമിനാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഒരു മെസ്സേജ് വരും യുവിൻ്റെ അടുത്ത് തന്നെ, എന്താ ഞങ്ങൾ പായിനെ കാണാൻ വരുന്നുണ്ട്, ജോർജ് സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് പായ് വന്നിട്ട് കേട്ടാ പോകണമായിരിക്കും. അപ്പോൾ നമ്മളെ വെഡ്ഡിങ് പ്ലാനേഴ്സ് വരുന്നില്ലേ അറിയും. ഞാൻ മറന്നുപോയി, നോർത്ത് ടെൻഷൻ അടിച്ചിട്ടൊക്കെ മറന്നുപോയി. ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ടീം പറയും ഓക്കെ എനിക്ക് മനസ്സിലാവും, ഒന്നും കുഴപ്പമില്ല. പായ് എന്നിട്ട് തല ഇങ്ങനെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് പറയും എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ ചോദിക്കും നമുക്ക് എന്താ പ്രശ്നം ചോദിക്കും. ഒന്നുമില്ല, അല്ല ഞാൻ എത്ര അടുക്ക് നിൽക്കുമ്പോൾ ഒരു വീടായിട്ട് ഇങ്ങനെ കളിക്കുന്നതായിരിക്കും പറയും, ഇടങ്ങറായി കളിക്കുന്നതായിരിക്കും പറയും എനിക്ക് എന്താ അറിയാം ചെയ്യേണ്ടത് അറിയില്ല. അതിൻ്റെ അടുത്ത് ചെക്കൻ കണ്ണാടിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മുടി എന്തെങ്ങനെ, എൻ്റെ മൂക്കും തെങ്ങനെ എന്തോ ഒരുമാതിരിയായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, എന്നോട് മുന്നോട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറയും മുടിങ്ങനെ തരപ്പൊട്ടി. ആ മുടി ഇങ്ങനെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരിക്കും. അങ്ങനെ പറയും അങ്ങനെയൊന്നുമില്ല, ഈ അടിപൊളിയാണല്ലോ പറഞ്ഞു. അപ്പോൾ പായ് പറയും ഇത് കുറച്ച് വീടാണ് പറയുമ്പോൾ വീടോ ഞാനോ അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനെ അറിയാം പറഞ്ഞാൽ ഡ്രസ്സ് ഒരുമാതിരി കളി കളിക്കുമ്പോഴേക്കും ഞാൻ ഹെൽപ്പ് ചെയ്യണം പറഞ്ഞാൽ വേണ്ട ഞാൻ പുറത്തേക്കാക്കി മാറ്റി വാ നല്ലോണം, ഞാൻ പുറത്തേക്കാനായിട്ട് വേഗം ഞെട്ടിപ്പോവും. പിന്നെ ഓഫീസിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക എന്നൊക്കെ പറയുന്ന ഞാനാണ് കേൾക്കുക. അപ്പോൾ ഞാനോട് ചോദിച്ചത് എന്താ സംഭവിക്കുമ്പോൾ കിയാൻ്റെ തന്നെ പ്രൈവറ്റ് ഓഫീസ് സെറ്റാക്കാൻ. അപ്പോൾ എന്തിനു ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല അറിയാം. ഇപ്പോൾ ടീമ് പതിനോട് ചോദിക്കും ഈ ഓക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ മുഖം ഇങ്ങനെ വെക്കുന്നത് അതിന് ഡിസ്റ്റൻസ് ഇടുന്നതുകൊണ്ടാണോ, അതൊന്നും കുഴപ്പമില്ല, കാര്യമാക്കാണ്ട് ഈ തല്ലുണ്ടാക്കാൻ നിൽക്കണ്ട, അന്നെ നോക്കാൻ വേണ്ടിയിട്ടേക്കും ആൻറ്റി ഇങ്ങനെ ചെയ്ത് കെയർ ചെയ്യുന്നുണ്ട്, അതൊന്നും നീ നോക്കണ്ട. അപ്പോൾ ടീമിനോട് ഭയങ്കര പറയും എൻ്റെ പേഷ്യൻ്റായി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാം. അപ്പോൾ ഇങ്ങനെ ബി അല്ലെങ്കിൽ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഞാനെൻ്റെ പ്ലസ് കാണൂ ഇങ്ങനെ കളിക്കുമ്പോൾ ബാക്കുന്ന പായ് ഞാനാ എന്താ വരുന്നത് പേടിച്ചേ. പിന്നെ ഓഫീസിൻ്റെ ഇപ്പോൾ ഞാനങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ പൊളിറ്റീഷ്യൻസിനൊക്കെ നോക്കി വെഡ്ഡിങ് പ്ലാനേഴ്സിനൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് നല്ല ഉറപ്പാണെങ്കിൽ ഇവർ നല്ലോണം ചെയ്യുന്നൊക്കെ പറയും. അപ്പം പായ് പറയും ഞാൻ ഇവരെല്ലാവരെയും അത്യാവശ്യം കല്യാണത്തിലൊക്കെ പോയി എനിക്ക് ഉറപ്പാണ് ഇവർ ഇമേജിന് വേണ്ടി കൺസേൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയത് ജെനുവിൻ ആയിട്ടുള്ളൊരു പ്ലാനേഴ്സിനെ അപ്പോൾ നോക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ ഞാൻ നല്ല തന്നെ നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആൻറ്റി കയറി ഇരുന്നിട്ട് പായ് പറയും കുറച്ച് മാനേഴ്സിൽ തട്ടിയിട്ടൊക്കെ കയറി തരാറിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും അതൊന്നും ആവശ്യമില്ല, പിന്നെ ഗ്രാൻഡ് പാ ആണെങ്കിൽ പോലും ചെയ്യണം എന്ന് പറയും. ഓ എനിക്കറിയാം എൻ്റെ മുകളിൽ ആരുമില്ല, നമുക്ക് എല്ലാവരെയും വാങ്ങാൻ കഴിഞ്ഞു, മാസ്റ്ററിനെ വരെ പൈസ എടുത്ത് വാങ്ങിയല്ലേ, എന്നെക്കുറിച്ച് ഭയങ്കര വലിയ വർത്താനാണ് പുറത്ത് ബാക്കിൽ പറയും, എല്ലാവരെയും ഭയങ്കര കഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാനെന്നെ നോക്കുമ്പോൾ ഞാനൊന്നുമില്ല അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ എൻ്റെ സമയം മൊത്തം ഇടങ്ങേറാക്കിയിട്ട് എനിക്ക് വേണ്ടി എന്നെ കെയർ ചെയ്യാണ്, എനിക്കെന്തോ പേഴ്സണൽ പ്രഷർ കാരണം എന്തോ വർക്കൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പായ് പറയുക ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല പറയും, ഞാൻ പറഞ്ഞു കേട്ടാന്നൊക്കെ പറയാം. അപ്പോൾ ഇത് കാലി തുള്ളിയിട്ട് ടീം എണ്ണിച്ച് പറയും നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, നിങ്ങൾ വിട്ട് നിന്നോ, ലൈക്ക് ഓന എല്ലാവരും റെസ്പെക്ട് ചെയ്ത് ഓൻ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, ഓൻ അങ്ങോട്ടും റെസ്പെക്ട് ചെയ്യും, വേണമെങ്കിൽ ഓനെ കണ്ട് പഠിക്കാൻ നോക്കും. ഇതൊക്കെ കൂടി ഇങ്ങനെ പറയുമ്പോൾ പായ് പറയും ഞാൻ ആൻറ്റിക്ക് മീറ്റിംഗ് റൂം കാണിച്ചു കൊടുക്കുക പറയും. അപ്പോൾ ആൻറ്റീനെ മീറ്റിംഗ് റൂം കാണിച്ചു കൊടുക്കാൻ പോകും ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എനിക്കറിയാം മീറ്റിംഗ് എടാ ഇന്നാരും പിന്തുടരൊന്നും വേണ്ട പറഞ്ഞിട്ട് അങ്ങ് പോയി ആൻറ്റി. ടിമ്മ് ഒരുമാതിരിയാവും, ടിമ്മ് ഉള്ളിലുള്ള ദേഷ്യത്തിൻ്റെ ഫുൾ സോഫ്റ്റ് കെയറിങ് ഭയങ്കര തള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഒരുമാതിരി എന്താ പറഞ്ഞതെന്ന് നോക്കും, ഒരുപാട് ഉള്ളിലത്തെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, പക്ഷെ ചെക്കനത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ഇതിൽ നിൽക്കും. അപ്പോൾ പായ് ചോദിക്കും ഈ ഓക്കെ അല്ലേ, അപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഒന്ന് പുറത്തൊന്ന് പോട്ടെ അങ്ങനെ പറയും.
ടിമ്മിൻ്റെ കയ്യിൽ നിന്ന് പോയാണല്ലോ. ടിമ്മ് ഉമ്മി എന്ത് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് പായി വന്നിട്ട് പറയും ഈ ഓക്കെ അല്ലോ ചോദിക്കും. അപ്പം ഞാൻ ഓക്കെയാണ്, ഞാനിപ്പം ഇപ്പം തന്നെ പോയിട്ട് സോറി പറയാം ആൻറ്റിനോട്. അപ്പം അതൊന്നും കുഴപ്പമില്ല, നീ ടൈം എടുത്തോ, എന്തായാലും ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടില്ല, ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ സർപ്രൈസായി നിന്നെ ഇങ്ങനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിനോട് ആൻറ്റി കുറച്ച് ഇടങ്ങാറായി ഉണ്ടാവും, കുഴപ്പമില്ല അവസാനം നമുക്ക് പറയാം, ഒക്കെ റെഡിയാക്കാം പറയും. അപ്പം എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ചോദിക്കുക. അപ്പോൾ കൂളേനി പറയാം. അപ്പം കുറച്ച് ദേഷ്യമെങ്കിലും ഉണ്ടാവൂലേ എന്ന് പറയുമ്പോൾ അതിന് പറയുമ്പോൾ പറയും എനിക്ക് തമാശ കളിക്കണം, ഓക്കെയാണ് സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായി, ഇതുകൊണ്ട് എന്താ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ ഒരു ഭാഗം കൂടിക്ക് മനസ്സിലാക്കാൻ എനിക്കിത് ഇഷ്ടമായി എന്ന് പറയും. അങ്ങനെ എനിക്ക് രണ്ടാളും നോക്കി കൈ പിടിച്ചാൽ സ്വീറ്റ്. ഇതെന്നെ കണ്ടാലറിയാം പൊട്ടനെ ചെക്കനെ ഇഷ്ടമായിരിക്കുന്നത്, എന്നാലും മനസ്സിലാക്കരുത്. അതിനുശേഷം ചെങ്ങായിക്ക് എല്ലാ കിളിയും കിറുക്കും പോയി സ്വന്തം ഇമേജ് പോയില്ല, ആ ഒരു ഇമേജിൽ ഒരു ഓറ പോയില്ലേ. അതിൽ നിന്നിട്ട് അമ്മനെ വിളിച്ചെടുത്തിട്ട് പറയും എന്ത് തേങ്ങ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം പോയി, ഓറ പോയി, ഇപ്പം അത് ചെയ്യാൻ ക്യാരക്ടറിൽ എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇതിലേക്കോ എനിക്ക് എന്തായാലും ചിരിക്കാൻ തോന്നുന്നുണ്ടോ, മൂടാണോ തോന്നുന്നത്. പറഞ്ഞാൽ ഓക്കെ ശരി, എൻ്റെ ഒറിജിനൽ സ്വരൂപവും കണ്ട് ഓനിപ്പോൾ എങ്ങനെ എടുക്കും എന്നുള്ളതിനെല്ലാം ടെൻഷൻ പറഞ്ഞു. ഓനത് ഇഷ്ടമായി എന്ന് പറയും. ഓന് റെഡ് ഫ്ലാഗിൻ്റെ ഫാനോ എനിക്ക് മനസ്സിലായില്ലേന്ന് പറയും. പ്രോമിസ് ഇനി ഞാൻ ഇതുപോലെ കൺട്രോൾ ചെയ്ത് വർത്താനം പറയുന്നല്ലേ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെ ചെയ്യില്ല. ആൻറ്റി ഭയങ്കര ഇടങ്ങാറാക്കിയോണ്ട് ഇന്നലെ മുതൽ നല്ലോണം കിടന്നുറങ്ങിയിട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, എൻ്റെ ബോയ് ഫ്രണ്ടിന് സമാധാനം തരുന്നില്ല. അങ്ങനെ ഒന്ന് പറയും ബ്രോ ഒന്ന് നോക്കിയാവും, ഈ ഇപ്പം എന്താ പറഞ്ഞറിയോ, ഈ ബോയ് ഫ്രണ്ട് എന്നാ പറഞ്ഞത്, ടാർഗറ്റ് നല്ല അറിയും. ഇവ വീണത് കിടന്ന് കയറും ഉരുണ്ടിട്ട് പറയാം, ഞാൻ സൂക്ഷിച്ച് പറയാം. അപ്പം എൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിന് സോൾവ് ചെയ്ത് തരാനായിട്ട് എൻ്റെ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ പറയും എന്ത് നോക്കുന്ന ടിമ്മ അതിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും ഓമ ചുരുട്ടിട്ട് 2-3 അടി കൊടുത്തിട്ട് ടാർഗറ്റുമായിട്ട് ലവിൽ വികൃതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് 2-3 നടക്കും. ഇല്ല ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് തന്നെ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, ഒരു പ്രൊട്ടക്റ്റീവായി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. എനിക്കിപ്പോൾ പറഞ്ഞെന്താ പറയുക, പ്രൊട്ടക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്, ഇത് നല്ലതിനല്ല എന്ന് പറയും. പിന്നെ ഡബിൾ സിമ്മിനെ കാണാൻ പോകുന്ന ടിമ്മിനെ കാണിക്കുന്നത് അറിയാമേ, അങ്ങനെ എന്തൊക്കെയോ ബ്ല വർത്താനം പറയുന്നുണ്ട്. ടിമ്മാണെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിമ്മിനോട് വരിക എന്തൊന്നും കേൾക്കാതെ എവിടെയോ ശ്രദ്ധിക്കുന്നത്, എന്താ ആലോചിക്കുന്നത്, എന്താ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഒന്നുമില്ല, ഞാൻ എവിടെയോ പോയി ഒരു ചെറിയ തന്നെ. അപ്പോൾ എന്തോ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് ക്രിഞ്ചടിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അതുപോലെ ഒരു കോൾ വരുമ്പോൾ ഞാൻ ഇപ്പോൾ വരട്ടോ കോളേ ഇവിടെ നിൽക്കുക എന്നാണ്. അപ്പോൾ ഒരു ഷോപ്പ് സോഫ്റ്റ് ടോയ് ഉണ്ടാവില്ലേ അങ്ങനെ വിൽക്കുന്നുണ്ടാവും. അവിടെ അങ്ങനെ നോക്കുമ്പോൾ ഡക്കിൻ്റെ ഇത് കാണും, പാട്ട് പോയിട്ട് ഇങ്ങനെ നോക്കി ഏതെടുക്കാനുള്ളത് ഞാൻ നോക്കി ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞാൽ അങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ അങ്കിൾ ഞാനോ അത് എനിക്ക് വേണോ, അപ്പോൾ വേറെ ടോയ് എടുത്തത് എനിക്ക് വേണം. അപ്പോൾ എനിക്ക് തന്നെ വേണം, രണ്ടും കൂടെ കച്ചറ ഉണ്ടാക്കി എന്നൊക്കെ അറിയാം. അപ്പം വേഗം ബില്ലെടുത്ത് ഇത് വേഗം ബില്ലിൽ എന്നിട്ട് പാക്ക് ചെയ്തിട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെ എസ്കേപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരെയും കാണും, ആരെയും ചോദിക്കത്ത് എനിക്ക് വേണ്ടി വാങ്ങിയണം. അപ്പോൾ പറയാം അല്ല ഇത് ഞങ്ങൾക്ക് വാങ്ങിയല്ല, ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് വാങ്ങൂല, ഇതിനേക്കാൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര ഫ്ലോട്ടിങ് അങ്ങനെ ഉള്ളത് വാങ്ങൂലേ, ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള നൈബർ കുട്ടിക്കാന്ന് പറയും. അപ്പോൾ നല്ല സ്നേഹമുള്ള ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൊഞ്ചും. അതിനുശേഷം വീട്ടിലേക്ക് പോകണ ടിമ്മിനെ കാണിക്കുക. ടിമ്മ് എന്നിട്ട് ഇങ്ങനെ സാധനം എടുത്തിട്ട് പാക്കേജ് ബാക്കിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് പതിനോർക്കും ശരിക്കും രണ്ടാൾക്കും ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക. ഇന്ന് നിർത്തിയിട്ട് അങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെടുന്നത് ഒരുമാതിരി കഴിക്കാൻ ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റാത്തൊരവസ്ഥ. ഇത് ഭയങ്കര ഇടങ്ങേറ് പിടിപ്പിക്കുന്നുണ്ട്, ഇനിയും പിടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എന്തുകൊണ്ട് വായ് നല്ല കപ്പിൾസാണ് രണ്ടാളും. എനിക്ക് നോർത്തൊക്കെ പഞ്ചപാവാണ്, അങ്ങനെയൊക്കെ പറ്റിക്കുമ്പോഴൊരവസ്ഥ. അടുത്ത പാട്ട് കുറച്ചും കൂടെ കുത്തിരുന്ന് കണ്ടിരിക്കാൻ തോന്നുന്നു, ഭയങ്കര രസമാണ്. നമുക്ക് അടുത്ത പാട്ട് കാണാം. ഓക്കെ ബൈ.